കറണ്ടില്ല എന്തോ. Itu Hi, very good morning. good morning. Good morning.
Yes, once again, good morning to all and glad to meet you all. Good morning, ma'am. Are you ready? Yes. All of you, are you ready? Yes, ma'am. Yes, ready. Yes. Yes, ma'am. Yes. Yes, so before starting our classes, I'm going to unmute because if there is some disturbances in between while joining, it will be avoided. നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ, വിത്ത് യുവർ പെർമിഷൻ ആണ്. ബിക്കോസ് നമുക്ക് ഇപ്പൊ തന്നെ നമ്മള് ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തപ്പോ ഒരുപാട് ഡിസ്റ്റർബൻസസ് നോയ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നവരുണ്ട്. 10:30 നമ്മുടെ ഇൻട്രോ ക്ലാസ് വെച്ചിരിക്കുന്നത്. ബിറ്റ്വീനിൽ നമുക്ക് ഇനിയും കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്യാനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് അത് മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ മ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സെക്കൻഡ്സിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തും അതുപോലെ നിങ്ങളിലേക്ക് കൃത്യമായി എത്താതെയും വരും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒന്ന് ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ, ഇവിടെ തന്നെ. ദാറ്റ് മീൻസ് നിങ്ങളെ അവിടെ മിണ്ടാതെ ഇരുത്തിയിരിക്കുന്ന ആളെന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളോട് സംസാരിക്കാനായിട്ട് കുറച്ച് എന്താ പറയാ സാവകാശം ഞാൻ തരാം. അതായത് നമ്മുടെ ക്ലാസ് ഇൻട്രോ ക്ലാസ്സിന്റെ ലാസ്റ്റ് പാർട്ടില് ഒരു 5 or 10 minutes നിങ്ങൾക്ക് തരാം. ഇഫ് യു ഹാവ് ടു ആസ്ക് എനി ഡൗട്ട്സ്, അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയാ റിലാക്സ് ചെയ്ത് എന്താണ് നമ്മളിവിടെ പറയുന്നതെന്ന് ഒന്ന് കേട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ബിറ്റ്വീനിലുള്ള ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസുകൾ ഒഴിവാക്കാനാണ് നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആകുകയും ചെയ്യും. മാത്രമല്ല എല്ലാവർക്കും ചിലപ്പോ ഈ ലൈവ് സെഷനിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. കുറെ പേരൊക്കെ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് കാണുന്നവരും ഉണ്ടായിരിക്കും. എന്ത് പറ്റും, അവർക്കും ഈ പറയുന്ന ഡിസ്റ്റർബൻസ് വളരെ അധികമായിട്ട് തോന്നും. ലൈവിൽ ഇരിക്കുന്നവർക്ക് അത്രയും എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ എങ്കിലും ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുന്നവർക്ക് അതിന്റെ ഒരു എക്കോ മറ്റൊക്കെ ഫീൽ ചെയ്ത് അവർക്ക് ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വഴിയെ നിങ്ങളുമായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാം ക്ലാസ്സസ് തുടങ്ങുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻട്രോ ക്ലാസ് ആണ്. ദാറ്റ് മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് യു മേ ഹാവ് സം ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് കോഴ്സ്. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരിക്കും. എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് എന്നിങ്ങനെയൊക്കെ ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻട്രോ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, അതിന്റെ ലക്ഷ്യം അതാണ്. ഓക്കെ, സോ വളരെ പേഷ്യന്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് അതൊന്ന് കേൾക്കുക. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞപ്പോ ഏതെങ്കിലും തരത്തില് സൗണ്ടിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസോ മറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കുക. അതല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഇതിന്റെ ഇൻട്രോയിലേക്ക് കടക്കും. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇൻ മൈ വോയിസ് അല്ലെങ്കിൽ എനി അതർ ഡിസ്റ്റർബൻസസ് ഇൻ ദ നോയ്സസ് ഉണ്ടോ? എന്തെങ്കിലും തരത്തിൽ മറ്റോ സൗണ്ട് ഒന്നും ഇല്ലല്ലോ എന്നാണ് ഞാൻ എന്താ പറയാ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ച് പേരവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ വി വിൽ സ്റ്റാർട്ട് വൺസ് അഗെയിൻ. അപ്പോ ഇൻട്രോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് നിഷ എന്നാണ് കേട്ടോ, നിഷ. അപ്പോ ഞാനും ഇവിടെ എന്താ പറയാ ഇവിടെ നമ്മുടെ സ്മാർട്ട് ശ്രീ എഡു കൺസൾട്ടൻസിയിലെ ഒരു ടീച്ചറാണ്. നമുക്ക് എന്താ പറയാ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ ക്ലാസ്സുകളും മറ്റൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ,
സോ നിങ്ങൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് ഒരുപാട് എന്താ പറയാ ചില ഏതെങ്കിലും രീതികളൊക്കെ ആയിരിക്കാം. പലരും പല രീതിയിലാണ് ഈ ഒരു കോഴ്സ് എടുത്തു പഠിക്കുന്നത്. ചില ആളുകൾ they may know about the opportunities behind this course. ഈ കോഴ്സിന്റെ പിന്നിൽ ഉള്ള അവസരങ്ങൾ കണ്ടെത്തിയിട്ട് ആ കോഴ്സ് എനിക്ക് വേണം, ഇത് എന്താ പറയാ ഓടി നടന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ ജോയിൻ ചെയ്തവരാകാം. ചിലര് ആരെങ്കിലും നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചവരാകാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ വേറെ ഒന്നും പഠിക്കാനില്ല, ഇതൊരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഴ്സ് ഓഫേർഡ് ബൈ സ്മാർട്ട്സറി എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടും ജോയിൻ ചെയ്തവരായിരിക്കാം. ഓക്കെ, അപ്പൊ പല റീസൺസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതിൽ. ഓക്കെ, പക്ഷെ എല്ലാവരുടെയും ഒരു എയിം എന്ന് പറയുന്നത് ഈ കോഴ്സുമായി നമ്മൾ ബന്ധപ്പെട്ട് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി, പല രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്തെങ്കിലും നമ്മുടെ ഒരു എന്താ പറയാ എക്സ്പെക്ടേഷൻ ആണ് ടു ഒബ്റ്റെയിൻ എ ജോബ്, അല്ലെ? ഒരു ജോലി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഐ വിഷ് ഓൾ യു ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ആശംസ നേരുകയാണ്. ഈ ഒരു കോഴ്സ് പഠിച്ച് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു നല്ല ഒരു ജോലി നേടിയെടുക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം, അല്ലെ? ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും അതോടൊപ്പം നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള എല്ലാ കഴിവും അറിവും ഒക്കെ പകർന്ന് തരട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. വൺസ് അഗൈൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോ ആൻഡ് അതേസമയം തന്നെ അറ്റ് ദ സെയിം ടൈം വെൽക്കം ടു സ്മാർട്ട്സറി. സ്മാർട്ട്സറിയിലേക്ക് നിങ്ങൾ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സ്മാർട്ട്സറിയുടെ ഒരു ഭാഗമാകാൻ ഇനി കുറച്ച് നാളുകൾ, അല്ലെ? ഒരു 5 months അല്ലെങ്കിൽ 4 months നിങ്ങളുടെ ഡ്യൂറേഷൻ എപ്പോഴാണോ അതുവരെയുള്ള കാലഘട്ടം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ സജഷൻസും നമ്മൾ പരിഗണനയിൽ എടുക്കുന്നതുമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവർലി യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു അസ്. ഞങ്ങളെ എന്തായാലും അത് നിങ്ങൾ കൺവേ ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിഗാർഡിംഗ് എനിത്തിങ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് വി ആർ ടോട്ടലി ഫ്രീ ടു യു. നിങ്ങളോട് വളരെയധികം ഫ്രീ ആയിട്ട് ആയിരിക്കും നമ്മളുടെ ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളോട് പറയുക അല്ലെങ്കിൽ പെരുമാറുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളോട് പറഞ്ഞാൽ മതി. ടീച്ചേഴ്സ് ആരെങ്കിലും ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് നിഷ മാമിനോട് പറയണം, ഒന്ന് പറയുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അവരെന്നെ അറിയിച്ചോളും. ഞാൻ വന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരാൾ കേൾവിക്കാരനുണ്ടാകണം, അല്ലെ? എന്തെങ്കിലും കാര്യങ്ങൾ നമ്മള് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരാളുണ്ടാകുക, കേൾക്കുക, അതിനെ പറ്റിയ സൊല്യൂഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്താനായിട്ട് മാനേജ്മെന്റിന്റെ സഹായം തേടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? എനി ഡൗട്ട്സ്? ഇല്ല. ഓക്കെ, ദെൻ ആൻഡ് നിങ്ങൾക്കറിയാം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ആണ് പഠിക്കുന്നത്. ആൻഡ് what is about this course? ഈ കോഴ്സ് എന്തിനുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ അറിയണം, അല്ലെ? Now we are living in a fast growing world of business. ബിസിനസ്സുകളുടെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ബിസിനസ് മൈൻഡില് പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെ? പണ്ടൊക്കെ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് സർവീസസ് ടു ദ പബ്ലിക്, അല്ലെ? പണ്ട് കാലത്ത് ഒരു 10-40 കൊല്ലമൊക്കെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഹോസ്പിറ്റൽസും അവർ സേവനം ഉദ്ദേശിച്ചിട്ട്, അതായത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ ക്ഷേമം, അവർക്ക് സേവനം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപിടിച്ച് ഈ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നൂറ്റാണ്ടിലേക്കും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും എന്താണ് ഒരു രീതിയിലും സർവീസസ് എല്ലാം ഉദ്ദേശിക്കുന്നത്. അവർ ഓൾസോ their aim is to make profit. തീർച്ചയായിട്ടും ലാഭം നേടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും പോലും ഇന്ന് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബിക്കോസ് their aim is to maximize their profits. അവരുടെ ലാഭം വളരെ എന്താ പറയാ ഏറ്റവും നല്ല ലാഭം എന്ന് വെച്ചാൽ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ വളരെ വെൽ ഡെവലപ്ഡ് ആകണം, ഞങ്ങളുടെ ബിസിനസ് ഉയരണം, ഞങ്ങളുടെ ബിസിനസ് വളരെ നല്ലൊരു എന്താ പറയാ പ്രോഫിറ്റ് നേടണം. ഇത് തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ്. വൈ ഓൾ ദീസ് പീപ്പിൾ ആർ ഗോയിങ് ബിഹൈൻഡ് ദിസ് ബിസിനസ്? എല്ലാവരും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബിസിനസിന്റെ പിന്നാലെ പോകുന്നു? എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, ഇന്ന ബിസിനസ്. ഓക്കെ, എല്ലാവരുടെയും മൈൻഡിൽ ബിസിനസിനെ കുറിച്ചിട്ടാണ്.
അല്ലെ? ഒരുപാട് സയൻസും മാത്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ഒരു ജോലി കിട്ടി, ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. ആ ജോലിയിൽ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള നമുക്കൊരു സാലറി ഉണ്ട്. ആ സാലറി വെച്ചിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയാ കാര്യങ്ങളൊക്കെ നമ്മളെ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അല്ലെ? നമ്മുടെ വീട് സംബന്ധമായിട്ടുള്ള എക്സ്പെൻസസ്, നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് ആർ ടു ബി മെറ്റ് വിത്ത് ദാറ്റ് ഫിക്സ്ഡ് ഇൻകം, അല്ലെ? ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻകം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ വീട്ടില് ചിലപ്പോ എന്താ പറയാ വലിയ എന്താ പറയാ കുറെ ഫാമിലി ഫിനാൻഷ്യലി വളരെയധികം സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തികളാകണം എന്നില്ല എല്ലാവരും തന്നെ, അല്ലെ? ഒത്തിരി എന്താ പറയാ കാരണവന്മാരായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുകളുള്ളവരോ എല്ലാവരും ആകണമെന്നില്ല, അല്ലെ? ഡെയിലി നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ മന്ത്ലി നമുക്ക് കിട്ടുന്ന ഇൻകം അങ്ങനെ നമ്മളങ്ങോട്ട് തള്ളി നീക്കി പോകുന്നു. ആ ഒരു രീതിയായിരിക്കാം. പക്ഷെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഗിവ്സ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടു ദം. ഒരു നല്ല രീതിയിലുള്ള ബിസിനസ് ഓർഗനൈസർ ആയി കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടം എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു എനി അതർ ടൈപ്പ് ഓഫ് ഇൻകം, മറ്റ് ഇൻകംസുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതൊരു ഫിക്സഡ് അല്ല. നമുക്ക് അത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മെനി ഓഫ് ദ പീപ്പിൾ, ഒരുപാട് ആളുകൾ ഇപ്പൊ ജോലി ഫിക്സഡ് ആയിട്ട് സാലറി ഏൺ ചെയ്യുന്നവർ പോലും സൈഡായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുക. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ബിസിനസ്സിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻസ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻസ്, അല്ലെ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പല ബിസിനസ് സ്ഥാപനങ്ങളും തമ്മിൽ പല രീതിയിലും എന്ത് നടക്കുന്നു, വളരെയധികം കോമ്പറ്റീഷൻസ്, അതായത് വളരെയധികം മത്സരങ്ങളാണ് നടക്കുന്നത്. ഞാൻ വളരണം, എന്റെ ബിസിനസ് ഓർഗനൈസേഷൻ വളരണം, എന്റെ ഓർഗനൈസേഷൻ കൂടുതൽ ലാഭം ഉണ്ടാക്കണം, മറ്റ് ഓർഗനൈസേഷൻസിൽ നിന്ന് എന്റെ ഓർഗനൈസേഷന്റെ കൂടുതൽ ഗുഡ് വിൽ ഉണ്ടാക്കണം, അല്ലെ? സെൽഫ് പേര് നേടണം, അല്ലെ? ഞാൻ ഇങ്ങനെ ഉയർന്ന് സെയിം ആയിട്ട് നിൽക്കണം. എല്ലാവരും ആഗ്രഹം അതാണ്. ബിക്കോസ് they made some effort for that. അവർ അതിൻ്റെതായ എഫേർട്ടുകൾ അതിനുവേണ്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ബിസിനസിന്റെ വളർച്ച, ബിസിനസ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോ the business organization faces a lot of challenges. അപ്പൊ ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ? പല രീതിയിലും നമ്മളത് കോമ്പീറ്റ് ചെയ്ത് മറ്റു ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ആ വളർച്ചയിലേക്ക്, അവർ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെന്റിലേക്ക് എത്താനായിട്ട് ഒത്തിരി ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചാലഞ്ചസ് ഫേസ് ചെയ്തതൊക്കെ ഒരുപാട് നമ്മളെ കൺട്രോൾ ചെയ്ത് കുറയ്ക്കാനും അല്ലെങ്കിൽ മാനേജ് ചെയ്യാനും ഒക്കെ ഒരു ഓർഗനൈസേഷനിലെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആയിട്ടുള്ള ചില ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നടത്തുന്നതിന് നമുക്കറിയാം there will be less or more large number of employees working there. ബിസിനസ് ഓർഗനൈസേഷന്റെ വലിപ്പത്തിനനുസരിച്ച് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷന്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് എംപ്ലോയീസ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ എംപ്ലോയീസ് ആയിരിക്കാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്പോണന്റ്, ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ തന്നെയാണ്. കാരണം ജോലിക്കാരുടെ എഫേർട്ട്, അവരുടെ സ്കിൽ, അവരുടെ നോളജ് ആണ് എന്ത് ചെയ്യുന്നത് ആ ബിസിനസ്സിന് നല്ലൊരു ഔട്ട്പുട്ട്, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് എന്ത്? എംപ്ലോയീസിന്റെ എഫിഷ്യൻസി, സ്കിൽ, നോളജ്, അവർ നൽകുന്ന റിസൾട്ട്, അവരുടെ ഔട്ട്പുട്ട് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഹൗ ക്യാൻ ബി ഇറ്റ് പോസിബിൾ? എങ്ങനെ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും? എങ്ങനെ ഇത് സാധ്യമാക്കാൻ പറ്റും? ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ കാര്യക്ഷമതയും അവരുടെ അറിവും കഴിവും അവരുടെ എന്താ പറയാ എഫിഷ്യൻസി ഇതൊക്കെ എങ്ങനെ വർദ്ധിപ്പിക്കാനും അത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് അവരെ വളരെ എന്താ പറയാ ഡിസിപ്ലിൻഡ് ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്ത് വേണം? ഒരു പ്രത്യേക മാനേജ്മെന്റ് അവരുടെ മേല് വേണം, അല്ലെ? അവരുടെ മേല് ആരുടെ മേല്? human resources, that means the employees, which is the most important component of an organization. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആയ ഈ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മാൻ പവർ അല്ലെങ്കിൽ എംപ്ലോയീസ് ഇത് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഇവരുടെ മേല് ഒരു നല്ല കണ്ണ് വേണം, അല്ലെ? നല്ല കണ്ണ് വേണം എന്ന് പറഞ്ഞാൽ അവരെ നോക്കിക്കൊണ്ടിരിക്കാനാണോ? അല്ല, അവരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം. അവരുടെ കാര്യങ്ങൾ, ജോലി, അവരുടെ മറ്റു കാര്യങ്ങൾ, അവരെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ സ്കെഡ്യൂൾ ചെയ്യുന്നത്, അവർക്ക് ജോബ് അലോക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ച്. ഓക്കെ, അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോ ആ ഒരു കൊണ്ടുപോകലിന് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യാന്
ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് സ്കിൽഡ് പ്രൊഫഷണൽസിനെ അവരെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കഴിവുള്ള യോഗ്യതയുള്ള കുറച്ച് പ്രൊഫഷണൽസിന്റെ നെസസിറ്റി ആവശ്യമാണ് ഏത് ഓർഗനൈസേഷൻ. ആ സ്കിൽഡ് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഗണത്തിൽ ചേർത്ത് അവിടെ ആളുകളെ കൊണ്ടുവരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്ന രീതിയിൽ നമുക്കറിയാം മണി, മെറ്റീരിയൽ, മെഷീൻ ആൻഡ് മെൻ. എന്താണ് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. 4 M's ആണ് കേട്ടോ. 4 M's which are the components of a business organization. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ബിസിനസ്സുകളുടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട 4 ഘടകങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഈ മെന്നാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പോരെ എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ അതിന്റെ ഒരു നല്ലൊരു എന്താ പറയാ ആ ഒരു എമ്മുകൾ ബാക്കിയുള്ളതെല്ലാം എം ആണല്ലോ. അപ്പൊ ഇതിനെ കൂടി അങ്ങനെ എം ആക്കി മാറ്റി കഴിഞ്ഞാൽ അതൊരു ഭംഗിയുണ്ട്, നമുക്ക് പഠിക്കാനും അറിയാനും ഒക്കെ അല്ലെ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ മെന്നാക്കി മാറ്റിയിരിക്കുന്നു. ആ മെന്നിനെ നമ്മൾ ബ്രാക്കറ്റിൽ പറയണം, അത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പൊ ഈ പറയുന്ന 4 കമ്പോണൻസ്, ഈ 4 എമ്മുകളും ഇസെൻഷ്യൽ ആണ് ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാൻ ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്, കമ്പോണന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഹ്യൂമൻ റിസോഴ്സുകളെ നമ്മൾ നോക്കിയേ. ഇപ്പൊ നമ്മുടെ ഈ സ്മാർട്ട് സിറ്റി കൺസൾട്ടൻസി നിങ്ങൾ ഫോൺ ചെയ്ത് നമ്മുടെ PROs നിങ്ങളെ കണക്ട് ചെയ്ത് അല്ലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയും. പിന്നെ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടുത്തെ സെറുമായിട്ട് ബന്ധപ്പെടും. ഇപ്പൊ എന്നെ കണ്ടു, ടീച്ചറിനെ കണ്ടു, ഇനി വേറെ ടീച്ചേഴ്സിനെ നിങ്ങൾ പരിചയപ്പെടും. നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഓരോ ക്ലാസ്സിന്റെയും അവസാനം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരുമ്പോൾ അത് ആൻസർ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും. അത് മോക്ക് ടെസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ആ ദിവസം നിങ്ങൾ എന്ത് പഠിച്ചു, ആ പഠിച്ചത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. അപ്പൊ അതൊക്കെ തരുന്നുണ്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ ടെക്നിക്കൽ ടീം ഉണ്ട് ഇവിടെ. ദാറ്റ് മീൻസ് ഇതൊരു ചെറിയ സ്ഥാപനമല്ല, ഇതൊരു വലിയ ഓർഗനൈസേഷൻ തന്നെയാണ്. ഒരുപാട് ആളുകൾ, സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. ഇതിനെയൊക്കെ മാനേജ് ചെയ്യണം. ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഓരോ ദിവസവും എന്ന് വെച്ചാൽ ഇന്നലെ പഠിപ്പിച്ചത് ഇന്നലെ എടുത്ത് തന്ന മോക്ക് ടെസ്റ്റ് തന്നെയല്ല നാളെയും തരിക. ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് ഒരു ക്ലാസ് ഞാനിപ്പോ ഇംപ്രൂവ് എടുക്കുന്നു, അടുത്ത ദിവസം ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ്സിൽ ടീച്ചർ വരുന്നു, അടുത്ത ദിവസം വേറെ ടീച്ചർ വരുന്നു. അങ്ങനെ ടൈം ടേബിൾ അനുസരിച്ച് ടീച്ചേഴ്സിന് കൊടുത്തിരിക്കുന്ന ജോലി അവർ വന്ന് ചെയ്യുന്നു. അപ്പൊ ഡെയിലി ഓരോ ക്ലാസ്സസ് വരും. അത് ഓരോന്നും പുതിയ പുതിയ ക്ലാസ്സുകളായിരിക്കും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുമ്പോൾ അതിന്റെ മോക്ക് ടെസ്റ്റുകൾ തരുന്നു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതുപോലുള്ള ഒരു മാനേജ്മെന്റ് അല്ലെ, ഇത് മാനേജ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സുകളെ മാത്രം എംപ്ലോയീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ആ ഒരു വിഭാഗം അതിനാണ് ഒരു ഓർഗനൈസേഷനിലും ഇന്ന് അത് കുറച്ച് കൂടുതൽ എന്താ പറയാ പോപ്പുലാരിറ്റി നേടിയ ഒരു കോഴ്സായി മാറി. ബിക്കോസ് പണ്ടും ആളുകൾ ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പണ്ട് ബിസിനസ് ചെയ്തിരുന്നുവെങ്കിലും അന്ന് വളരെ കുറച്ച്, അതായത് അധികം ബിസിനസ് സ്ഥാപനങ്ങളൊന്നും നമുക്ക് ചുറ്റും നമുക്ക് കണ്ടിരുന്നില്ല. കുറെ നാളുകൾ മുമ്പിലൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരെന്നെ നമ്മളിപ്പോ നിങ്ങൾക്ക് എത്ര ഏജ് അല്ലെങ്കിലും അച്ഛന്മാരോടോ അച്ഛന്മാരോടോ ഒക്കെ ചോദിച്ചാൽ അവർക്കറിയാം പണ്ട് ഈ സ്ഥലമൊക്കെ എങ്ങനെയാ കിടന്നിരുന്നത്. ഇന്ന് ഇതൊക്കെ ടൗൺ ആയി മാറി. എങ്ങനെയാ ഒരു സ്ഥലം കൂടുതലും ടൗൺ ഏരിയ പോലെ തോന്നുന്നത്? കൂടുതലും അവിടെ ബിസിനസ് ഓർഗനൈസേഷൻസ് ഇങ്ങനെ സ്കൂള് പോലെ മുളച്ചു വരുന്നതിന്റെ ഫലമായിട്ടാണ് അല്ലേ? അല്ല, ഉറങ്ങാണോ എല്ലാവരും? ഹലോ, ആണോ? ഒരു എന്തെങ്കിലും റിയാക്ഷൻസ് ഒന്നും ഇടണേ. ഓക്കെ, യെസ്, നിങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അല്ലാണ്ട് ഓൺ ചെയ്ത് വേറെ ജോലിക്ക് എന്തെങ്കിലും മാറി നിൽക്കാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതല്ല, നമ്മളുടെ പണ്ട് കണ്ടിരുന്ന അതേ സ്ഥലത്തിന് മാറ്റൂല. പക്ഷേ there have become a lot of changes in that particular place. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ വീടുകളിലൊക്കെ എന്റെ സ്വന്തം വീട്ടിലൊക്കെ പോകുന്ന സമയം തന്നെ ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ പോലും ഒരു പ്രാവശ്യം പോലും പോകാൻ സമയമില്ല. ദാറ്റ് മീൻസ് നമ്മൾ നമ്മളുടേതായ ജോലികളുമായിട്ട് എന്ത് ചെയ്യാണ്, ഭയങ്കര ബിസിയാണ്. സോ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു പോകുന്നു. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച നോക്കും, പണ്ട് ഇങ്ങനെയല്ല എന്തില്ലല്ലോ ഞാൻ പോകുമ്പോ. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നല്ലോ അല്ലെ? എന്താണിത്? ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പുതിയ പുതിയ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് തന്നെയാണ്. അപ്പൊ അന്നും ബിസിനസ് ഉണ്ടെങ്കിലും ഇത്രയധികം ഈ പറയുന്ന പോലെ ഇത്രയും ഒരു എന്താ പറയാ കുറെ അധികം അതിപ്രസരമായിട്ടുള്ള രീതിയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ബിസിനസിന്റെ നീഡ്സ്, ആവശ്യങ്ങൾ വർദ്ധിച്ചു, അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡായി മാറിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ആൻഡ് ഓൾസോ
also there will be competitions between the organizations. Business സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരുപാട് എന്താ പറയാ മത്സരങ്ങൾ ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസിനെ മാനേജ് ചെയ്യാൻ, അതുകൂടാതെ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ, ഓക്കെ, അപ്പോ എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹാവ് ടു ബി മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് by the business organization have to manage them. So it's very important, it's very essential for any organization. That means നമ്മൾ പറയുന്നു എംപ്ലോയീസിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ, if you are managing and controlling the employees well, they will become more efficient and the business can attain their objectives very easily, and also they can make good results and also good profits. Clear? മനസ്സിലാകുന്നുണ്ടോ? Anyone those who cannot follow, please inform me. Okay, the same thing I'm saying, repeating in English and also in Malayalam, right? Somebody has messaged that they can't follow Malayalam. The thing which is explained in Malayalam, again I'm repeating it in English. Clear ayo? അതൊക്കെ തന്നെയാണ് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും പറയുന്നുണ്ട്. ബിക്കോസ് ഐ നോ ദർ വിൽ ബി സം പീപ്പിൾ ദോസ് ഹു കനോട്ട് ഫോളോ മലയാളം ആൻഡ് ദോസ് ഹു കനോട്ട് ഫോളോ ഇംഗ്ലീഷ്. ബോത്ത്, അപ്പൊ രണ്ടുപേരെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ബോത്ത് മലയാളം പറയേണ്ടവരും ഉണ്ടാവും, മലയാളം അറിയേണ്ടവരും ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് അറിയേണ്ടവരും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ബോത്ത് ലാംഗ്വേജിൽ അത് പറയുന്നത്. റൈറ്റ്? ക്ലിയർ? Okay, then അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? അപ്പൊ the employees have to be managed well. Their recruitment, their assignment of job, their selections, their interviews, and also their grievances. If they have done some complaints, even their complaint has to be solved by the organization. So for all these purposes, human resource management is very essential for every organization. So don't worry about your job, because every organization needs some skilled professionals named human resource managers. Okay, അപ്പൊ നമ്മൾ പേടിക്കേണ്ട. നമ്മള് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു പ്രൊഫഷണൽ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്. സോ ദാറ്റ് ദിസ് കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് became so popular. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് ഈ അടുത്ത് പണ്ടൊക്കെ ബിസിനസ് നടത്തിയിരുന്നു, പക്ഷെ ഇത്രയധികം ആ ബിസിനസിന്റെ ആ ഒരു എന്താ പറയാ അതിപ്രസരം ഒന്നും ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ അത്രയും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെ? എല്ലാം അങ്ങനെ ചെയ്തു പോയിക്കൊള്ളായിരുന്നു. പക്ഷെ ഇന്ന് there are competitions, അല്ലെ, ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻസ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ആവശ്യകത അങ്ങനെ അങ്ങോട്ട് വളർന്നു വന്നു എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് in human resource management, the human resource is the most important component of the organization. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് human resources or manpower or employees. So it is the most important and central task to manage human resources in an organization. Clear? അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, then see, we people, that means the employees, those who are working in an organization, are coming from different family backgrounds, right? ശരിയല്ലേ? അല്ലെ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന എല്ലാവരും ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരാണോ? ആണോ? അല്ല, അല്ലെ? They are coming from different family backgrounds, and also they have different characters, different nature, different behavioral patterns, right? ശരിയല്ലേ? അതായത് എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല, ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല, എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല, അല്ലെ? എല്ലാവർക്കും ഒരേ എന്താ പറയാ പെരുമാറ്റച്ചട്ടങ്ങളല്ല, എല്ലാത്തിലും വൈവിധ്യങ്ങളുണ്ട്, അല്ലെ? There are varieties of characters and natures in employees when we come to an organization. ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ വ്യത്യസ്തങ്ങളായിട്ട് സ്വഭാവ രീതികളുള്ള ഒത്തിരി ഡിഫറെന്റ് നേച്ചേഴ്സ് ഉള്ള എംപ്ലോയീസിനെ നമുക്ക് കാണാൻ സാധിക്കും. Why we from birth we get such behavior? നമ്മൾ എവിടുന്ന ഈ നമ്മളുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്? See, some will be from our biological inheritance, അല്ലെ? നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അല്ലെ? നമ്മൾ പറയില്ലേ, അവൻ അല്ലെങ്കിൽ അവള് കൊച്ചുങ്ങളെ പറയും നമ്മൾ, അല്ലെ? അച്ഛന്റെ സ്വഭാവം കാണിക്കുന്നു, അല്ലെ? She shows her father's character അല്ലെങ്കിൽ mother's character.
See, what is that importance? അതിന്റെ പ്രാധാന്യം എന്താ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? Because they know they are the biological inheritance from their parents. അല്ലെ, അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആ ഒരു എന്താ പറയാ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യമാണെന്ന് പറയുന്നു അല്ലെ ആളുകൾക്ക്. ആൻഡ് അത് മാത്രമാണോ നമ്മുടെ ബിഹേവിയറിൽ വരാം. It's not only that thing, biological inheritance constitute our behavior, but also then what? പിന്നെ എന്താ? The inheritance from our environments. പിന്നെ ഇവിടുന്ന് നമ്മളുടെ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങൾ അല്ലെ, നമ്മളുടെ സഹപാഠികളിൽ നിന്ന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും അല്ലെ. അപ്പൊ എൻവയോൺമെന്റിൽ നിന്ന് ഓൾസോ we acquire some type of characteristics. ഓരോ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് പ്ലസ് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. ഇത് രണ്ടും കൂടി ചേർന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും അല്ലെ, എവ്രി വൺ. അപ്പോ when we are coming to an organization, they have different nature, different characters. So how can we manage and control all these people, those who have different nature and characteristics? It's very difficult task. In our family, just for example, in our family, how many people are there in your family? Just imagine, maybe 3 or 4 or 5, at least 6. അല്ലേ? ചിലപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരു 3 പേര് അല്ലെങ്കിൽ ഒരു 4 പേര്, 5, 6, എന്തായാലും 10 കൂടുതലൊന്നും ആളുകൾ നമ്മുടെ വീടുകളിലില്ല. How you are managing your family members? നിങ്ങളുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? മനുഷ്യന്മാരാണല്ലോ അതുങ്ങളും അല്ലെ. എല്ലാവരെയും രാവിലെ അല്ലെ, ഇൻ ദ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുന്നു, പ്രിപ്പയറിംഗ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, ദെൻ എന്താ പറയാ, we have to prepare food for our everyone in the house അല്ലെ. നമ്മുടെ വീടിനുള്ള എല്ലാവർക്കും എന്തായാലും സ്റ്റുഡൻസ്, those who are going for the സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും, പാരന്റ്സ് ഉണ്ടായിരിക്കും, maybe your husband, everybody. So we have to prepare food and also serve to them അല്ലെ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങൾ സെർവ് ചെയ്തും കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ലഞ്ച് ബോക്സിൽ നമ്മൾ നിറച്ചു കൊടുത്തു വിടണം. Okay, all these things have to be done. പിന്നെ then എന്തൊക്കെയാ, ക്ലീനിങ്, വാഷിംഗ് അല്ലെ, all these things ഇതെല്ലാം ചെയ്യണം അല്ലെ. തിരിച്ച് when we are coming, returning ഈവനിങ്ങിൽ തിരിച്ചു വരുമ്പോ again you have to look after them അല്ലെ. അവരെ നോക്കണം, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. And it is is it easy? I'm asking you, is it easy task to manage your family members each and every day? Doing the same thing, routine അല്ലെ. എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ പറയും മടുത്ത് അല്ലെ എന്ന് നമ്മൾ പറയും അല്ലെ. while managing our this less number of family members, വളരെ ചുരുങ്ങിയ എണ്ണം ആൾക്കാരെ മാനേജ് ചെയ്യാൻ നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ എത്ര നമ്മൾ ബുദ്ധിമുട്ടുന്നു. ചിലപ്പോഴൊക്കെ നമ്മള് സുല്ലിട്ട് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കും അല്ലെ. സോ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഈ പറയുന്ന in our family you can see you have some relations like blood relations അല്ലെ. നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരാണ് കൂടുതലും വീടിനകത്തുള്ളത്. അപ്പൊ കുറച്ച് സാമ്യതൊക്കെ നമ്മളുടെ എന്താ പറയാ നേച്ചേഴ്സിൽ ഉണ്ടായിരിക്കും അല്ലെ. സം സിമിലാരിറ്റീസ് വിൽ ബി there because we are all blood related. നമ്മുടെ മക്കളൊക്കെ ബ്ലഡ് റിലേഷനിലുള്ളതാണ് അല്ലെ. അപ്പൊ we know their habits and also their behavior. അവരുടെ പെരുമാറ്റവും ഹാബിറ്റ്സ് ഒക്കെ നമുക്കറിയാം. So we can manage it, കുഴപ്പമില്ല. ബട്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ, പക്ഷെ നിങ്ങൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വന്നേ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, വർക്കിംഗ് അണ്ടർ വൺ റൂഫ്. ഒരു റൂഫിന്റെ കീഴിൽ ഒരുപാട് വീട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും വർക്ക് ചെയ്യാണ്. ആൻഡ് their characteristics, their behavior, their nature, everything are different അല്ലെ. എല്ലാം വ്യത്യസ്തമാണ്. So we have to manage this dynamic nature of human beings. മനുഷ്യന്മാരുടെ ഈ പറയുന്ന ഡൈനമിക് നേച്ചർ എന്താ? വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ രീതികൾ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകണം. സോ ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. അപ്പോ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ദിസ് ടാസ്ക് after completing your diploma in HR, human resource management, it's not an easy task you are going to do in an organization. നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി അത്ര എളുപ്പമുള്ളതൊന്നും അല്ല അല്ലെ. ഒരു വലിയ burden is there. അപ്പോ you have to manage all the employees in an organization. Okay, and നമുക്കറിയാം what are the motives of employees coming to a business organization? എന്തിനാ ഒരു ബിസിനസ്സിൽ നമ്മൾ ജോലിക്കായിട്ട് പോകുന്നത്? what is your aim or motive? എന്തൊക്കെ കാര്യങ്ങൾക്കാ? can you say? എന്ത് കാര്യങ്ങൾക്കാ നമ്മളൊരു ജോലിക്ക് പോകുന്നേ? എന്തിനാ ജോലിക്ക് പോകുന്നേ? can you say any purpose of going for a job? anything? വെറുതെയാണോ ജോലിക്ക് പോകുന്നേ?
പറയൂ, എന്താണ് വാട്ട്സ് യുവർ എയിം വൈൽ ഗോയിങ് ഫോർ എ ജോബ്, അല്ലെങ്കിൽ വൈ ആർ യു പ്രിപ്പയറിംഗ് ഫോർ എ ജോബ്? എന്തിനാ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു? എന്തൊരു ജോലിക്ക് പോകുന്നു? എനി മോട്ടീവ്, എനി ഗോൾ ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നോ ഗോൾ, നോ എയിം, നോ മോട്ടീവ്. യെസ്, ഏർണിങ്സ്. വെരി ഗുഡ്. അങ്ങോട്ട് വരട്ടെ. ഇതാണ് അതിനുവേണ്ടി ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ഫ്രം യുവർ ആൻസർ നിങ്ങൾക്കും ഐഡിയാസ് ഉണ്ട്. യു ഹാവ് സം ഐഡിയാസ് ആൻഡ് ഓൾസോ സജഷൻസ്. പറഞ്ഞല്ലോ, അത് തന്നെ, ടു ഏൺ മണി, ഒരു ഇൻകം നേടാൻ. Is the first and the most important thing. ചിലപ്പോൾ പൈസ നമുക്ക് അത്യാവശ്യമാണ്, ബാഡ്ലി ഇൻ നീഡ് ഓഫ് സം മണി. ചിലപ്പോ നമുക്ക് കാശില്ലാണ്ട് ഒരു നിവർത്തിയില്ല, കാശ് വേണം, അതുകൊണ്ട് എനിക്ക് എന്തൊരു വിധേനയും ഒരു ജോലി നേടണം. അതിനായിരിക്കാം ഒരു സ്റ്റേറ്റസിന് വേണ്ടി ചില ആളുകൾ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കൊരു സ്റ്റേറ്റസ് ഉണ്ട്, അവർക്കൊരു എന്താ പറയാ, ആളുകളുടെ ഇടയിൽ ഞാൻ എന്തെങ്കിലും ജോലി, എത്രയൊക്കെ പഠിച്ചു, എന്താ ജോലി ആദ്യം ചോദിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും അല്ലെ, എന്താ പഠിച്ചത്, എന്ത് പഠിച്ചു, എന്താ ജോലി? ജോലിയൊന്നുമില്ല, ഇത്രയും പഠിച്ചൊരു ജോലി ഇല്ലേ അല്ലെ? ആളുകളെ നമ്മൾ ഫേസ് ചെയ്യും. അപ്പൊ വി ഹാവ് ടു ഗെറ്റ് സം സ്റ്റാറ്റസ് അമംഗ് ദ പബ്ലിക് ഓർ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമുക്കൊരു സ്ഥാനത്തിന് വേണ്ടി, ഒരു സ്റ്റേറ്റസിന് വേണ്ടി, പിന്നെന്താ, ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിന് വേണ്ടി അല്ലെ? പിന്നെന്താ, എന്താ പറയാ, ചിലര് ഫോർ എന്താ പറയാ, ചിലപ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു ലിഷർ ടൈമിന് വേണ്ടി അവരുടെ ഒരു ജോലിയൊന്നും വേണ്ടത് മാത്രമേ ഉള്ളൂ, അതിന്റെ പൈസയോ മറ്റും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അവരുടെ ഫോർ ടൈം പാസ്, ഒരു ജോലി കിട്ടിയാൽ മാത്രം മതി, കാശ് തമ്മിലും കുഴപ്പമില്ല, ആ ജോലിക്ക് വന്നോളാം. ഓക്കെ, ഡിഫറെന്റ് മോട്ടീവ്സ് ഉണ്ട് ഓരോരുത്തരും ജോലിക്ക് വരുന്നതിന്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന എല്ലാ എംപ്ലോയീസും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും they are coming to the business organization with their different motives. And also they have to be treated as a human being. അതിലുപരി ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോൾ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് the employees have to be treated like a human being. അവരെന്തായി പരിഗണിക്കണം? ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് പരിഗണിക്കണം. ജോലി ചെയ്യുന്ന ജോലിക്കാര് എന്ത് ചെയ്യാ, ജോലിക്കാരനായിട്ട് മാത്രം കാണാതെ ഒരു മനുഷ്യനായി കാണാനും എന്ത് ചെയ്യണം, സാധിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, അവരെ ആ രീതിയിൽ മാനേജ് ചെയ്യണം. That means employee satisfaction is the most important thing in human resource management. ജോലി ചെയ്യിപ്പിക്കുന്നു, അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, ജോലിക്ക് എടുക്കുന്നു, ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ എല്ലാത്തിലും ഉപരി നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മുടെ എംപ്ലോയീസിനെ ആരായി ട്രീറ്റ് ചെയ്യണം? ഹ്യൂമൻ ബീയിങ് ആയി ട്രീറ്റ് ചെയ്യണം. അതും മാനേജ്മെന്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ, ഇവര് എംപ്ലോയീസ് മാത്രമല്ല, ഒരു മനുഷ്യരാണ് അല്ലെ? പല സ്ഥലങ്ങളിലും പല ഓർഗനൈസേഷൻസിലും എംപ്ലോയീസിന് വേണ്ടത്ര നല്ല ട്രീറ്റ്മെന്റ്, മേ ബി സംടൈംസ് ദ ഓർഗനൈസേഷൻ ഓർ ദ മാനേജ്മെന്റ് treat their employees as ill treated. അവർ ഇൽ ട്രീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മോശമായ രീതിയിൽ പെരുമാറുക. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? നിങ്ങളൊന്നും കാണാറില്ലേ പേപ്പറിലോ അല്ലെങ്കിൽ മറ്റു മീഡിയാസ് വഴിയോ അല്ലെ സോഷ്യൽ മീഡിയ വീഡിയോസ് വഴിയോ? അപ്പൊ ഇങ്ങനത്തെയൊക്കെ നമ്മൾ കാണാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കൂടി ഉള്ളതാണ്. ഹ്യൂമൻ ബീയിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ എംപ്ലോയീസിനെ. ഓക്കെ, സോ and also they have to satisfy the employees needs. ആ എംപ്ലോയീസിന്റെ ജോലിക്കാരുടെ ആവശ്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ നിർവഹിച്ചു കൊടുക്കുക. All these things comes under human resource management. ഇതെല്ലാം എന്തിൽ വരും? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സുകൾ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അവരെ വെൽ ട്രീറ്റഡ് ചെയ്യണം, ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണണം, അവരെ മാനേജ് ചെയ്യണം. സോ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജോബ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, അവരുടെ എന്താ പറയാ സ്വഭാവവും മറ്റുമൊക്കെ നോക്കി മനസ്സിലാക്കി അവരുടെ പോരായ്മകൾ മനസ്സിലാക്കുക, അവരുടെ ലിമിറ്റേഷൻസ്. They have some limitations, so we have to avoid or reduce that limitations. മാനേജ്മെന്റിന്റെ ഭാഗത്ത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എടുക്കണം. Motivations have to be given to the employees. Training has to be given to the employees. ആവശ്യത്തിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, മോട്ടിവേഷൻസ് കൊടുക്കുക. സോ they make the employees more efficient. അങ്ങനെ എന്ത് പറ്റും? നമ്മുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും എഫിഷ്യന്റ് ആക്കാനും മാനേജ്മെന്റിനും സാധിക്കും. സോ it is very important to manage. The management of human resource has not to be neglected. അപ്പൊ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഇനി അപ്പോ ഇറ്റ്സ് വെരി എസെൻഷ്യൽ. അപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യം
അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് as you are going to learn human resource management, and also you have to mentally and practically know how to manage the employees. അല്ലെ, നമ്മളിത് പുസ്തകങ്ങളിൽ ഇത് വായിക്കും പഠിക്കും, പക്ഷെ ഓൾസോ യു ഹാവ് ടു മേക്ക് സം പ്രാക്ടിക്കൽ സെഷൻസ് ഇൻ യുവർ ഓൺ മൈൻഡ്. അതെങ്ങനെ നമുക്ക് സാധ്യമാക്കാം എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ച് നമ്മളുടേതായ ഐഡിയാസ്, ന്യൂ ഐഡിയാസ് വിൽ ബി ദർ ഇൻ യുവർ മൈൻഡ്സ്. അതുണ്ടാകും തീർച്ചയായിട്ടും. ഓരോരുത്തർക്കും അവരവരുടേതായ പുതിയ ആശയങ്ങളുണ്ട്, അല്ലെ, സജഷൻസ് ഉണ്ട്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് യു ഹാവ് ടു മേക്ക് യുവർ മൈൻഡ് according to that to make it practical. ഈ ഹ്യൂമൻ റിസോഴ്സുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആയി ചെയ്യാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം, അല്ലെ. അല്ലാതെ when after completing the course, after getting the certificates, you don't think your task has been completed. അത് തീർന്നു എന്ന് വിചാരിക്കരുത്. കോഴ്സ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് എത്തി, ഓക്കെ, and you are waiting for somebody to call for a job. നമ്മൾ ജോലിക്ക് വേണ്ടി ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ച് don't think like that. And you have to try your best for obtaining a job which is connected with your course. നമ്മുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജോലി കണ്ടുപിടിക്കാൻ അതിനുള്ള ട്രെയിനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. And you have to go door after door for that. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഒരു വാതിൽ മുട്ടി, that will not be open because there is no vacancy here. They may say that അവർ പറയും ഇവിടെ ജോലിക്ക് ഇല്ല, ഓക്കെ, ഇവിടെ there is no vacancy എന്ന് പറയും. Then the door is closed and you are going home. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാണ്? വീട്ടിൽ പോയി എന്താ പറയാ, സങ്കടപ്പെട്ട് ഇരിക്കുകയാണോ? നോ, ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. there will be another door for you which will be opened. അല്ലെ, നമുക്ക് വേണ്ടി ഇനിയും വേറെ വാതിലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് തുറക്കുന്നത് വരെ we can knock at them. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം? അവരെ വാതിലിൽ പോയിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കാം. and you can, നമ്മള് എന്താ പറയാ, nothing is impossible നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് സാധ്യമായില്ലേ? എന്ത്, ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യു ഗോട്ട്, അല്ലെ, കിട്ടിയില്ലേ? ഇത് നിങ്ങൾ പോസിബിൾ ആക്കിയില്ലേ? ഒരുപാട് പേർക്ക് അതിനും സാധിക്കാത്തവരുണ്ട്, അല്ലെ. ഇപ്പൊ എന്തെങ്കിലും പഠിക്കുന്ന ആഗ്രഹമുണ്ട്, എന്താ പറയാ ഇതിന് ചിലപ്പോ ചില ബുദ്ധിമുട്ടുകൾ, ട്രബിൾസ് ഓർ ഡിഫിക്കൽട്ടീസ് മേ ബി ദർ. They cannot study any course. അതല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ തടസ്സങ്ങൾ ഒക്കെ വരികയാണ്. അതുകൊണ്ട് they cannot carry on their studies. പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ you got the opportunity. First of all, you think that you got the opportunity to study this course. ഈ കോഴ്സ് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. So have to be continued. അത് എന്ത് ചെയ്യണം? തുടർന്ന് പഠിക്കണം. അതോടൊപ്പം തന്നെ അതിനകത്ത് നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. പഠിച്ചെടുക്കുന്നതൊക്കെ പ്രാക്ടിക്കൽ, ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ നോളജിലേക്ക് കൊണ്ടുവരാം? ഇതൊക്കെ നമ്മൾ സ്വയം കുറേയൊക്കെ ശ്രമിക്കണം. പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടത് നമ്മളുടെ ചിന്തയിൽ നിന്ന് വരേണ്ടതാണ്. ആൻഡ് ഓൾസോ ഹാവ് ടു ആക്ട് ഫോർ അപ് ടു ഗെറ്റിംഗ് എ ജോബ്. ഒരു ജോലി കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം എന്താണോ അപ്പൊ മാർഗം ഒരു എന്താവില്ല, തടസ്സമില്ല. കേട്ടിട്ടില്ലേ അങ്ങനെ? നമ്മളുടെ ലക്ഷ്യം എന്താണോ അങ്ങനെയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് മാർഗ തടസ്സം ഉണ്ടായാലും we have to clear it. നമ്മൾ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മളുടെ വിജയം, അല്ലെ. ഏതെങ്കിലും തടസ്സങ്ങൾ കാണുമ്പോൾ when we are giving up, എന്ത് ചെയ്യാണ്? വേണ്ട, വലിയ തടസ്സമാണ്, പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ്. ഗിവ് അപ്പ് ചെയ്തു, ഉപേക്ഷിച്ചു, നമ്മൾ വേണ്ട എന്ന് വെച്ച് ഗിവ് അപ്പ് ചെയ്തു എങ്കിൽ അത് നമ്മളുടെ വിജയമല്ല. ഇറ്റ്സ് നോട്ട് അവർ എന്താ പറയാ നമ്മളുടെ ഒരു വിന്നിങ് അല്ല. നമ്മൾ വിൻ ചെയ്തില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് ക്ലിയർ ചെയ്ത് ഇഫ് യു ആർ ഗോയിങ് അഹെഡ്, നമ്മൾ പോവുകയാണ്, മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തോറ്റോട്ടെ, ഒരു പ്രാവശ്യം നമ്മൾ തോറ്റു, അവിടെ മുട്ടി ഇവിടെ മുട്ടി, പക്ഷേ nobody opens any door. അത് കുഴപ്പമില്ല, അത് തോറ്റോട്ടെ, കുഴപ്പമില്ല. നമുക്കൊരു വിജയം അവിടെ മുന്നിലുണ്ട്. ഓരോ തടസ്സങ്ങളും മുന്നിൽ കളഞ്ഞ് കയറി പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടി നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഏത് ഒരു കോഴ്സ് പഠിക്കുമ്പോഴും ഈ ഒരു കാര്യവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസ് അല്ലെങ്കിൽ മാൻ പവേഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്താ പറയാ, റിക്രൂട്ട്മെന്റ്, റിഗാർഡിംഗ് റിക്രൂട്ട്മെന്റ്, ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഹാവ് ടു പെർഫോം. The recruitment, selection, interviews to be conducted, training, motivations, promotions, then performance appraisals. All these things have to be done by the human resource management.
ഓക്കെ, ഇവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഓർഗനൈസേഷനിലെ റിക്രൂട്ട്മെന്റ് നടത്തുന്നു, സെലക്ഷൻസ് നടത്തുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, അതുപോലെ തന്നെ എന്താ പറയാ മോട്ടിവേഷൻ കൊടുക്കുന്നു, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസുകൾ വിലയിരുത്തുന്നു. ഇതെല്ലാം ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് യു ഹാവ് ടു സ്റ്റഡി ഇൻ യുവർ കോഴ്സ്. നിങ്ങളുടെ ആ കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ എന്തെങ്കിലുമൊക്കെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? അത് തന്നെ, ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗം ഒരു തടസ്സമല്ല. നമ്മളുടെ അർത്ഥവാക്യം അതായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ലക്ഷ്യം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അല്ലെ, അത് തന്നെയാണ്. അപ്പൊ ദർ വിൽ ബി നോ എനി ഹിൻഡ്രൻസ് ഓൺ അവർ വേ. നമ്മുടെ വഴിയിൽ നമുക്കൊരു തടസ്സവും നേരിടില്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് അറിയേണ്ടത്. ഇന്ന് ഇത് ഒരു വലിയ എന്താ പറയാ പോപ്പുലാരിറ്റി നേടിയ കോഴ്സ് തന്നെയാണ്. ഓക്കെ, ആൻഡ് അതെന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമുക്ക് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് എല്ലാ എംപ്ലോയീസിനെ കുറിച്ചിട്ടാണ് യു ഹാവ് ടു സ്റ്റഡി ഇൻ യുവർ കോഴ്സ്. നിങ്ങളുടെ സിലബസിൽ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? മനസ്സിലായോ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി നിങ്ങളുടെ കോഴ്സിൽ നമ്മളുടെ സിലബസ് ഇങ്ങനെയാണ്. ഒരു 6 മോഡ്യൂൾസ് ആയിട്ടാണ്, 6 ചാപ്റ്റേഴ്സിനോ 6 മോഡ്യൂൾസ് എന്നോ നിങ്ങൾക്ക് പറയാം. അപ്പൊ എന്താ പറയാ എല്ലാം എംപ്ലോയി റിലേറ്റഡ് ആയിട്ടാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹൗ ഹാസ് ബീൻ കെയിം ഇൻടു ഇൻട്രൊഡക്ഷൻ, അതെങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിന്റെ എന്താ പറയാ എസ്റ്റാബ്ലിഷ്മെന്റ് വന്ന വഴി, അതൊക്കെ അതിനെ കുറിച്ച് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിന്റെ കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എന്താ പറയാ റിനോവേഷൻ എന്ന് പറയും, ഒരു തരം എന്താ പറയാ പ്യൂരിഫിക്കേഷൻ ആണ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. അതായത് പണ്ട് തൊഴിലാളികളെ മാത്രമേ ഇങ്ങനെ മാനേജ് ചെയ്തിരുന്നുള്ളൂ. ഏറ്റവും ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസിനെ മാത്രമേ പണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്തിരുന്നുള്ളൂ. കാരണം അവിടെയാണ് കൂടുതൽ പ്രൊഡക്ഷൻ പർപ്പസിൽ നേരിട്ട് ജോലി ചെയ്തിരുന്നത്. വർക്കേഴ്സ് മീൻസ് വേജസ് ഒക്കെ നേടുന്ന ഡെയിലി വേജസിലൊക്കെ ജോലി ചെയ്യുന്ന അത്തരം ജോലിക്കാരെ, ഏറ്റവും ബോട്ടം ലെവലിൽ പണി ചെയ്യുന്ന ആളുകളെ മാത്രമേ മാനേജ് ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ട് അതിന്റെ പേര് പേഴ്സണൽ മാനേജ്മെന്റ് എന്നായിരുന്നു. തൊഴിലാളി മാനേജ്മെന്റ് ആണ്, തൊഴിലാളികളെ മാനേജ് ചെയ്തിരുന്നു. ഓക്കെ, അന്നത്തെ കാലത്ത് അതിന്റെ ഒരു പ്യൂരിഫൈഡ് ഫോം എന്ന് പറയാം. അത് ശുദ്ധീകരിച്ച് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് റിന്യൂ ചെയ്ത് അതിന്റെ ഒരു പുതിയ മോഡലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അത് പണ്ട് കൺസെപ്റ്റ് ആണ്. ഏത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഒരു ന്യൂ വെർഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ മാനേജ്മെന്റ് ഒരു ന്യൂ വെർഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മാറ്റി പുതിയ വെർഷനിലേക്ക് പലതും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാലോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന ഒരുപാട് പല കാര്യങ്ങളെയും അപ്ഡേറ്റ് ചെയ്ത് ന്യൂ വെർഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് ഹ്യൂമൻ റിസോഴ്സിലും അങ്ങനെ തന്നെ സംഭവിച്ചതാണ്. അതൊരു ചാപ്റ്റർ. ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, employees recruitment and employee selection. The second module, training and development of employees, training and development which is given to the employees. അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, എംപ്ലോയീസിന്റെ ടാലന്റ് മാനേജ് ചെയ്യുക, അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ അത് മാനേജ് ചെയ്യുക, all these things. മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ്, എംപ്ലോയിയുടെ ബെനിഫിറ്റ്സ് മാനേജ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവൻസ് മീൻസ് കംപ്ലൈന്റ്സ്. Employees in a business they may have some complaints regarding any working conditions or the മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടോ വർക്കിംഗ് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടോ പരാതികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എംപ്ലോയീസിന്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ലാസ്റ്റ് മൊഡ്യൂൾ. സോ 6 modules are there and it will be taken by 3 teachers. അപ്പൊ 3 ടീച്ചേഴ്സ് കൂടി ഈ 6 modules ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നത് മൺഡേ മുതലാണ്. പറഞ്ഞിട്ടുണ്ടോ മൺഡേ ആണെന്ന്? പറഞ്ഞറിയിച്ചോ നിങ്ങളെ? മൺഡേ 10:30 to 11:30, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, മൺഡേ യുവർ ഫസ്റ്റ് ക്ലാസ് വിൽ ബി ദർ. ഇന്ന് നമ്മൾ നടത്തിയത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അത് എന്തുകൊണ്ട് ഇത്ര പോപ്പുലർ ആയി എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഇൻട്രോയിൽ കേട്ടത്. നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്കൊക്കെ അറിയായിരിക്കും, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ, മേ ബി അത് കുഴപ്പമില്ല. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ കൊടുത്തത്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാത്ത കുറെ ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ? സയൻസ് ഒക്കെ എടുത്ത് പഠിച്ചവരൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ അല്ലെ? BSc സയൻസ് എടുത്തവരുണ്ടായിരിക്കും, അതുപോലെ +2 സയൻസ് എടുത്തവരൊക്കെ ഉണ്ടല്ലോ. സോ ദേ മേ നോട്ട് ബി അവെയർ അബൌട്ട് ദിസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ? ഇത് എവിടെയാ ഇത് എന്നൊക്കെ ചിലപ്പോ അവർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നിരിക്കും ഇല്ലേ?
സയൻസ് എടുത്തവർക്കും അറിയാമായിരുന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്ന്? എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സ് എന്ന് ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആ ഒരു ചെറിയ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു നമ്മളുടേത് ഇത്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും അത് എന്താ പറയാ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 1 hour വെച്ച് ക്ലാസ്സുകൾ ഉണ്ട്. മൺഡേ 10:30 നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ മറ്റ് സർട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എന്താ ഓക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത ദിവസങ്ങളിൽ സാറിന്റെ ഒരു ഇൻട്രോന്റെ ബാക്കി ഇതിന്റെ ഒരു ഹാഫ് പാർട്ട് ബാക്കി സാർ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കാം. നമ്മുടെ മാനേജിംഗ് പാർട്ണർ ജയദേവ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. സാറിന്റെ ഇന്ന് സാറിന് വരാനായിട്ട് പറ്റിയിട്ടില്ല, അതുകൊണ്ട് അസൗകര്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ ചില ഇതുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്ന അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കാം. എങ്ങനെയെങ്കിലും അത് വിൽ ബി നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യും. ഓക്കെ, സാറിന്റെ ക്ലാസ് എപ്പോഴാണെന്ന കാര്യം ഇൻഫോം ചെയ്യും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഉണ്ടോ? ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരെയും ചേർത്തിട്ട് ക്ലാസ് ഉണ്ടോ? ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ക്ലാസ്സിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആരൊക്കെയോ കണ്ടിട്ടില്ല കേട്ടോ. ഷിബു വർഗീസ് പറയുന്നു ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. സോ ഓൾ ദ തിങ്സ് റിലേറ്റഡ് ടു യുവർ ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് മോക്ക് ടെസ്റ്റ്, എവറിഥിങ് വിൽ ബി അപ്ഡേറ്റഡ് ത്രൂ യുവർ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരിക്കും നിങ്ങളെ അറിയിക്കുക. വാട്സപ്പ് വഴിയൊന്നും അല്ല. അപ്പൊ ഗൂഗിൾ ക്ലാസ് റൂമില് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, എനി അതർ റിലേറ്റഡ് തിങ്സ് മറ്റ് പല കാര്യങ്ങളൊക്കെ വിൽ ബി ഇൻഫോംഡ് ത്രൂ ഗൂഗിൾ ക്ലാസ് റൂം. സോ യു ഹാവ് ടു അപ്ഡേറ്റ് എവറി ഡേ. ഓക്കെ, അത് ഒന്ന് നോക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് നിങ്ങൾ കാണാതെ പോകരുത്. ഓക്കെ, പിന്നെ എന്താ പറയാ ഈ ചാപ്റ്റേഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചില എന്താ പറയാ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷിന്റെ ചില ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇടയ്ക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പോലെയൊക്കെയുള്ള ചില ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് ടൈം ടേബിൾ ഇല്ല, പക്ഷെ എങ്കിലും നമ്മൾ ഇവിടുന്ന് സൗകര്യമായിട്ട് ഉള്ള സമയങ്ങളിൽ കൺവീനിയൻസ് ഒക്കെ നോക്കിയിട്ട് ടീച്ചറിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കി നമ്മൾ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അതല്ലാതെ തന്നെ നമ്മൾ കുറെ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം? നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാൻ പറ്റും? കുറച്ചൊക്കെ വെറുതെ തെറ്റിയാലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞൊക്കെ പഠിക്കാം. ഓക്കെ, സോ ഐ തിങ്ക് all of you have got or understood what all things are discussed here. നോട്ട് ഇല്ല. നോട്ട് മീൻസ് നിങ്ങളുടെ ഈ നോട്ട് നിങ്ങൾക്ക് തരും. അത് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്കോ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനെ കുറിച്ച് നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ആ PROസിനോട് തന്നെ ചോദിച്ചാലും മതി എങ്ങനെയാണ് നോട്ട് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളിലേക്ക് എത്തും. വേണ്ടവര് അത് വാങ്ങിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അവിടെ നിന്ന് എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അത് എടുത്ത് എല്ലാ ദിവസവും പിറ്റേ ദിവസം ആയിരിക്കും കിട്ടുക. ഇന്നത്തെ ക്ലാസ്സിന്റേത് നാളെ കിട്ടും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ആ ടോപ്പിക്കിനകത്ത് ഇൻട്രോ ഒന്നും അല്ലല്ലോ എടുത്തേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി, ഒരു മോക്ക് ടെസ്റ്റിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഞാനത് തരാം. ഇഫ് യു ആർ ഓക്കെ ഐ വിൽ ഗിവ്. ഇന്ന് നമ്മൾ എന്താ ഇവിടെ ഡിസ്കസ് ചെയ്തേ അതിനകത്ത് പർട്ടിക്കുലർ പോയിന്റ്സ് ചേർത്ത് ഞാൻ വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു മോക്ക് ടെസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ തരാം. സോ ദാറ്റ് അടുത്ത ദിവസങ്ങളിൽ the next days on your when your teachers goes through the classes you can get the mock test and also you can answer it. അപ്പൊ ഇതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഞാൻ തന്നേക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ ഇവിടെ ഡിസ്കസ് ചെയ്തേന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യുക മോക്ക് ടെസ്റ്റ്. അപ്പൊ നാളെ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ പറഞ്ഞതെല്ലാം? ആൻഡ് രത്നാസ്, ആർ യു ഹാപ്പി? ഹാപ്പി ആയോ? അത് പറയും. സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ്സ് നമ്മളെ സംബന്ധിച്ചോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ചെറിയ കഷ്ണമെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അത് മാറിയിട്ടുണ്ടാകും എന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ അല്ലേ? ഉണ്ടായിട്ടുണ്ടാകുമല്ലോ ചില സംശയങ്ങൾ. എന്താണ് ഇത്രയും ചെറിയ എമൗണ്ടിന് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ ചിലപ്പോ എന്താ പറയാ
ചില ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഡൗട്ട്സും കൂടി ക്ലിയർ ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മള് എന്താ പറയാ, ഒരു ബുക്കിനെ എന്താ പറയാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് പറയാ, അതിന്റെ കവർ നോക്കി അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചിലപ്പോൾ ചിലർ പറയും ഇത്രയും എന്താ പറയാ എമൗണ്ട് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലുള്ള കോഴ്സുകൾ എന്തുകൊണ്ട് ഇവിടെ ഇത്രയും, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അപ്പൊ അങ്ങനെയുള്ള ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരിക്കും. സോ ലെറ്റ് us meet in our classes. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ കാണാം ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ എന്റെ ക്ലാസ്സിൽ ടൈമേ വരുള്ളൂ കേട്ടോ. ഞാൻ അടുത്ത ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ഓരോ ടീച്ചേഴ്സ് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനായിട്ട് സാവകാശം കാണിക്കാം. മീൻസ് എന്റെ ക്ലാസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വീക്കിലി 2 ദിവസം ഞാൻ ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റ് HRM ക്ലാസ്സിലൊക്കെ എനിക്ക് ഒരു ക്ലാസ് ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് 2 ക്ലാസ് ഉണ്ട്. അപ്പൊ ആ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്ന ചോദിച്ചോളൂ, അന്നേരം ഞാൻ പറയാം. മറ്റു ടീച്ചേഴ്സിനെ പരമാവധി നമ്മൾ എന്താ പറയാ അങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കുക. ബിക്കോസ് ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ എല്ലാവരെയും നമ്മളിങ്ങനെ കുറെ എന്തെങ്കിലും നമുക്കുള്ള ഡൗട്ട്സ് അപ്പൊ തന്നെ ചോദിച്ച് വെറുതെ ആ സമയം പോകുന്നത് മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. വിൽ നോട്ട് ഗെറ്റ് എനി കറക്റ്റ് ആൻസർ ഓർ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസറോ സൊല്യൂഷനോ എല്ലാവരോടും ചോദിച്ചാൽ പല രീതിയിലൊക്കെ വെറുതെ എന്തിനാ നമ്മള് അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ അത് മനസ്സിൽ ആലോചിച്ച് വെച്ചേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അവര് പഠിപ്പിക്കുന്നതിന്റെ സംശയമില്ല കേട്ടോ. അവര് പഠിപ്പിക്കുന്ന സംശയം അവരോട് തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അതിനകത്ത് ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവരോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. അതല്ലാതെ പഠിപ്പിക്കുന്ന ടോപ്പിക്കിലല്ലാതെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായി. ഓക്കെ, സോ സി യു. അപ്പൊ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്താലോ, വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ എന്റെ പേര് കേൾക്കാത്തവരൊക്കെ ഉണ്ടോ? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ ഐ തിങ്ക് ഓൺലി 23 അത്രയും കണ്ട കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. 23 എങ്ങാണ്ട് പിള്ളേരുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് അതൊന്നും കൂടി ഒന്ന് ചോദിക്കണേ. അത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ചോദിക്കാം. ഓക്കെ, കേൾക്കാത്തവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 51 ആയിട്ടുണ്ട്. അപ്പൊ എന്റെ പേര് മറക്കണ്ട, നിഷ. ഓക്കെ, സോ സീ യു. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു.